നല്ല മഴ കേട്ടോ, നല്ല മഴ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര കോടയാണ്, ചുരം കയറാൻ പറ്റുന്നില്ല. അവിടെ കണ്ടില്ലേ, ദൂരത്ത് കണ്ടില്ലേ രണ്ട് ആനകൾ കുത്തുകൂടുന്നത്. അവിടെ രണ്ട് ആനകൾ കൊമ്പന്മാരിങ്ങനെ കുത്തുകൂടുന്നുണ്ടല്ലേ, അത് അവിടെ ദൂരത്ത്. സ്റ്റാർട്ടാവണില്ല, ഞാൻ സ്റ്റാർട്ടാക്കി നോക്കട്ടെ. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചില്ലായി, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് ആനേൻ്റെ ചവിട്ട് വാങ്ങേണ്ടി വരും. ഭയങ്കര കാറ്റും ഒറ്റട്ടെ ഞാനിവിടെ കിടന്നിട്ട് ഇതൊക്കെ കാറ്റും കോടയും ഇതുണ്ടോ അമ്മൂ. ഇതാ ചെറുക്കം പണിയുന്നു കേട്ടോ, നടുക്കാട്ടിൽ വെച്ചിട്ട്. മഴ വരുന്ന നേരത്തെ ആന വല്ലാതെ വരുന്നു പഠിക്കണ്ട, പക്ഷെ പുല്ലിപ്പുലി വരും. മഴ പെയ്താലും പുല്ലിപ്പുലി പുറത്ത് വരും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെൽട്ടൺ മല്ലു ട്രക്കർ. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് വാൾപ്പാറ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതാണ്. ഞാൻ വാൾപ്പാറ പോയിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ടല്ലോ, അപ്പോൾ മൺസൂണൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ, അപ്പം നേരെ വാൾപ്പാറ പോകാമെന്ന് വിചാരിച്ചു. നേരെ പൊള്ളാച്ചി വഴി കേട്ടോ ഞാൻ വാൾപ്പാറ പോകുന്നത്. ഈ പൊള്ളാച്ചി വഴി വാൾപ്പാറ പോകുമ്പോഴുള്ള രസം എന്തെന്നാൽ ഈ രണ്ട് സൈഡിലുള്ള ഈ മരങ്ങളാണ്. ഈ രണ്ട് സൈഡ് ഈ പുളിമരങ്ങൾ വളഞ്ഞിങ്ങനെ നിൽക്കുന്നതുണ്ട്. അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പോകാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇന്നത്തെ അനിമൽ സൈറ്റിങ്ങിൽ ആദ്യത്തെ സൈറ്റിങ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഫീമെയിൽ മയിലാണ്. ഇത് മാത്രമല്ല, ഒരു 4-5 എണ്ണം ഉണ്ടായിരുന്നു. എൻ്റെ വരവ് കണ്ടിട്ട് എല്ലാം ഉള്ളിലേക്ക് പാറിപ്പോയതാണ്. പക്ഷേ ഇയാൾ മാത്രം ധൈര്യമായിട്ട് ഇരുന്നിട്ട് റോഡ് സൈഡിൽ എന്തൊരു ഭക്ഷണ കണക്കുണ്ട് തോന്നുന്നു, അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണെന്ന് അറിയാം, ഇപ്പോൾ ഈ മാൺസൂൺ സ്റ്റാർട്ടായത് കൊണ്ട് തന്നെ നല്ല മഴയെന്ന് കേട്ടോ. ഇവിടെ ഉണ്ടോ നല്ല രീതിയിൽ വെള്ളം ഒഴുകി പോകുന്നുണ്ടേ. ആ ചുമരിലൊക്കെ വെള്ളം ഒഴുകുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ. ആലിയാർ ഡാമിൻ്റെ വ്യൂ ശരിക്കും ചുരം കയറിയിട്ട് വേണം കാണാൻ, എന്നാലേ അതിൻ്റെ ഭംഗി അറിയുള്ളൂ. നേരെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വന്നു ടിക്കറ്റ് എടുത്തു, ഇ പാസ് എടുത്തു. ഇ പാസ് കാണിച്ചിട്ട് വേണം കേട്ടോ ഉള്ളിലോട്ട് പോകാൻ. ഈ കാണുന്ന ഈ ആലിയാർ ഡാം എന്നാണ് ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയാൻ. സംഗതി ഞാൻ രാവിലെ 8 മണിക്കൊക്കെ ചുരം കയറാൻ തുടങ്ങി. ചുരം കയറി മുകളിലോട്ട് പോയി കാഴ്ചകളൊക്കെ കണ്ട് വല്ല ആനിമൽ സൈറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് ഫുള്ളും തപ്പി നടക്കുകയായിരുന്നു. പക്ഷെ തിരിച്ച് വരുമ്പോഴാണ് നമ്മൾക്ക് അത്ഭുത കാഴ്ചകൾ കിട്ടിയത്. ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കൊമ്പന്മാർ കുത്തുകൂടുന്നതും ഒരു കൂട്ടം ഇങ്ങനെ ആനകൾ ആ മലച്ചെരുവിൽ നിന്ന് നടന്നു വരുന്നതൊക്കെയാണ്. അതൊക്കെ വീഡിയോയുടെ ലാസ്റ്റിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. ഒരുപാട് പേര് കാണുന്നുണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ മൺസൂണിൽ വാൾപ്പാറ ഒരു എന്താ പറയുക ഒരു സ്ഥലമാണ്. നല്ല കോടയും തണുപ്പൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ഇവിടെ തീർച്ചയായിട്ടും വരട്ടോ. ഞാൻ വന്ന നേരം നല്ല മഴയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ വീഡിയോയുടെ ക്ലൈമാക്സിൽ കോട നിറഞ്ഞിട്ട് കണ്ണ് കാണാതെയാണ് യാത്ര ചെയ്തത്. അതൊക്കെ വീഡിയോയിൽ വരുന്നുണ്ടോ പുറകെ. അപ്പോൾ നേരെ ഇനി നമുക്ക് ആനിമൽ സൈറ്റിംഗ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടും ഈ റൈഡ് എൻജോയ് ചെയ്തിട്ട് ചുരം കയറാം. ഇന്നത്തെ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ, സോളോ റൈഡാണ്. ഫ്രണ്ട്സ് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ റൈഡ് ചെയ്യാൻ പറ്റുമല്ലോ, കൂടെ വരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വരാം, എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഏതായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വരാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ, സ്ക്രീനിലും കാണിക്കാവേ. എന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, എൻ്റെ അമ്മോ, എൻ്റെ ഫോൺ പാറിപ്പോയി. ആലിയാർ ഡാമിൻ്റെ മെയിൻ വ്യൂ ഇതുപോലെ ചുരങ്ങളിൽ മുകളിൽ കയറി നിന്നാലേ കറക്റ്റ് കാണുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ എത്രയും പ്രതീക്ഷയില്ല, ക്ലൈമറ്റും അടിപൊളിയായിരുന്നു. ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലേ ആലിയാർ ഡാം കാണുന്നത്, എന്ത് ഭംഗിയിലാണെന്നോ കാണുന്നത്. നല്ല മഴ കേട്ടോ, നല്ല മഴ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര കോടയാണ്, ചുരം കയറാൻ പറ്റുന്നില്ല. നടുക്കാട്ടിൽ വെച്ച് ചെറുക്കം പണിയൊന്നും. ഇവിടെ ആണെങ്കിൽ ഭയങ്കര കാറ്റും മഴയും കോടൊക്കെയാണ് കേട്ടോ. ഇതുണ്ടോ, അയ്യോ, നേരെ അതിൻ്റെ അടിക്കുള്ള ഡാമിൻ്റെ വ്യൂ ഉണ്ടോ നിങ്ങൾ. ഇവിടെ വെച്ചിട്ട് നമ്മളെ ചെറുക്കം പണി തന്നേ. എന്താ പറയുക, എനിക്ക് കൈയൊക്കെ വറക്കിണ്ട് തണുത്തിട്ട്. എന്താ ചെയ്യാ, ഇവിടെ എന്താ വെള്ളം ഫ്ലഗിൽ വെള്ളം കയറി. അപ്പോൾ ഒരു ടാപ്പ് ഞാൻ ചുറ്റി, ഒരു ടാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ചുറ്റി, പക്ഷെ എന്നാലും സ്റ്റാർട്ട് ആവണില്ല, എന്താണെന്ന് അറിയില്ല.
ഞാൻ വിചാരിച്ചത് എൻ്റെ പുറകിൽ വണ്ടി വരികയാണെന്ന്. അതൊന്നല്ല, കാറ്റാണ് ഇവിടെ കേട്ടോ. കോടയും കാറ്റൊക്കെ ഉണ്ടോ. അങ്ങോട്ട് നോക്കി. അമ്മോ, എന്താണെന്നറിയോ, നല്ല തണുപ്പ്. കൈയൊക്കെ വിറയ്ക്കുക. ഇതുണ്ടോ വെളുത്തിൻ്റെ കൈയൊക്കെ വിറച്ച്. കാറ്റേ, കാറ്റ് നോക്കി. ഇടയ്ക്ക് ഭയങ്കര കാറ്റും. ഇപ്പൊ വീണേനെ ഞാൻ കയറി നോക്കാം എന്താ അവസ്ഥ. ഈ മഴ നേരത്തൊന്നും ഇങ്ങനത്തെ റൈഡ് ചെയ്യണ്ട കേട്ടോ. സീനാണ്. മഴ വരുന്ന നേരത്തെ ആന വല്ലാതെ വരുന്നു പഠിക്കണ്ട. പക്ഷെ പുല്ലി വരും. മഴ പെയ്താലും പുല്ലി പുറത്ത് വരും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പുല്ലിയൊക്കെ വളരെ അധികമാണ്. പക്ഷെ എന്നാലും നോക്കാം. വണ്ടി ഇങ്ങനെ ഒരു പണി തരുന്ന ഞാൻ വിചാരിച്ചില്ല. മഴക്കാലത്ത് പുല്ലികളും എപ്പോഴും പുറത്ത് വരും കേട്ടോ. പുല്ലി എന്നാലും മഴ പെയ്താലും വേനലും ഒരേപോലെ പുറത്ത് വരലും പോലൊക്കെ കണക്കായിരിക്കും. ആന വരാൻ ചാൻസ് കുറവാണ്. ഇനി എൻ്റെ ഭാഗ്യത്തിന് ആന വന്ന് നെഞ്ചത്തി ചവിട്ടാന്നാൽ മതി. നോക്കട്ടെ ഞാൻ വണ്ടി ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ നോക്കട്ടെ, അല്ലെങ്കിൽ പണിയാണ്. എനിക്കിതിൻ്റെ എഞ്ചിനിൽ കൈ വെച്ചിട്ടും ചൂട് അറിയണില്ല. സ്റ്റാർട്ടായിട്ടോ, വണ്ടി സ്റ്റാർട്ടായേ. ഇവിടെ ടോപ്പിക്ക് എത്തിയപ്പോൾ ഒരു വ്യൂ കണ്ടപ്പോൾ അങ്ങനെ നിർത്തിയാണ്. ഇവിടെ ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ട്. ബൈക്കിൽ യാത്ര ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് പയ്യന്മാർ. പക്ഷെ ഞാൻ വന്നിട്ട് എന്താ പറയുക, സ്ഥലങ്ങൾ മാത്രം അങ്ങനെ കവർ ചെയ്ത് പോയിരിക്കുകയാണ്. ഈ പണ്ടാരം പിടിച്ച വണ്ടി എവിടേക്ക് നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് പിന്നെ അവൻ സ്റ്റാർട്ടാവാൻ നല്ല പണിയാണ്. അതുകൊണ്ട് പക്ഷെ ഇവിടെ നല്ല വ്യൂ കേട്ടോ കാണാം. ഇവിടെ എമ്മാതിരി കാറ്റും മഴയാണെന്ന് അറിയാം നിങ്ങള്. സൈക്കിളിട്ടോ തണുത്ത് വിറയ്ക്കാണ് ഞാനിവിടെ നിന്നിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ കൊടും കാറ്റും. ദയവേത് ഇങ്ങനത്തെ നേരത്തൊന്നും വരണ്ടേ, ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. അപ്പോൾ ആ ചുരം കയറി ഒരുവിധം തേയിലത്തോട്ടത്തിൻ്റെ നടുക്കി എത്തി. ഇനി ഇതുവഴി കയറി വേണം ടോപ്പിലേക്ക് എത്താൻ. ഈശ്വരാ, അമ്മ ஐயா, எத்தனை நாளையா அப்படி காத்து மழை அடிக்கி? இந்த 2 நாளா தானா? ഈ 2 ദിവസമായിട്ട് നല്ല കാറ്റും മഴയുണ്ട് അവിടെ. ഞാൻ വിറയ്ക്കുന്നു ഫ്രണ്ട്സ്, വിറയ്ക്കുന്നു. തണുപ്പ് കൊള്ളണമെന്നുണ്ടെങ്കിൽ വാൾപ്പാറയ്ക്ക് ഇങ്ങോട്ട് കേറ്. അങ്ങനെ കാറ്റ് കൊണ്ട് നിൽക്കുന്ന നേരത്താണ് ഇത് ശ്രദ്ധിച്ചത് ഞാൻ. ഒരു മെയിൽ മ്ലാവാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ഫീമെയിലും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ കാറ്റടിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കറക്റ്റ് പിടിക്കാൻ പറ്റാഞ്ഞത്. ചെറിയൊരു ഷേക്ക് ഉണ്ടാവേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ആകെ പിന്നെ നമ്മൾ കണ്ടത് രണ്ടാമത്തെ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന മ്ലാവും ഈ കാണുന്ന ഫീമെയിൽ മ്ലാവും ആയിരുന്നു. പിന്നെ ഒരു കൂട്ടം കാട്ടുപന്നികളുണ്ടായിരുന്നു കേട്ടോ. അത് വേഗം ഓടി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ദൂരത്ത് പെട്ടെന്ന് അപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഫോണിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ആ വിരൽ ചൂണ്ടി കാണിക്കുന്ന അവിടെ 2 കാട്ടുപന്നികളുണ്ടായിരുന്നു. അതിലൊരാൾക്ക് നല്ല കൊമ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു വെള്ളം ചാടുന്നുണ്ടോ നിങ്ങൾ? என்ன இருந்தா வரும்? தீனி இருந்தா யானை வரும் சாப்பாடுக்கு. கரடியில் வரும் எப்பயுமே. கரடி எப்பயுமே வரும். ராத்திரி மட்டும்தான் ஆளு வெளியே வருவாப்ல. അങ്ങനെ തേയിലത്തോട്ടത്തിന് നടുക്ക് ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഏട്ടനെ കണ്ടത്. ഏട്ടനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, എപ്പോഴാണ് ആനിമൽസിനെ കാണാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ രാത്രി കാലങ്ങളിലാണ് കൂടുതൽ കാണാൻ പറ്റുക. പക്ഷേ തേയിലത്തോട്ടത്തിൽ എപ്പോഴും പുല്ലിപ്പുലികൾ, അതായത് ലെപ്പേർഡിനെ കാണാൻ പറ്റും എന്നാണ് ഏട്ടൻ പറയുന്നത്. ഇവിടെ ഒരുപാട് ലെപ്പേർഡുണ്ട്. ലെപ്പേർഡിൻ്റെ ശല്യങ്ങളാണ് വളരെയധികം കൂടുതലെന്നാട്ടോ ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കരടി എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ, പകല് വരില്ല. പക്ഷേ രാത്രി വന്നാൽ എന്തായാലും കാണാമെന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെ വീടുകൾക്ക് വരും, പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാട്ടോ പറയുന്നത്. പുല്ലിപ്പുലികൾ എന്ത് പറയുക, നമ്മൾ വീട്ടിൽ ഒരു ചെറിയ പൂച്ചയോ നായയോ കോഴിയോ പട്ടി എന്തെങ്കിലും വളർത്തുന്നുണ്ടെങ്കിൽ അതിനെ കടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അത്ര കൂടുതലും വരാറ്. പക്ഷേ ഞാൻ പറഞ്ഞ ഈ വക ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യക്കുട്ടികളെ വരെ ഇവിടുത്തെ പുല്ലിപ്പുലികൾ വലിച്ചു കൊണ്ടുപോകാറുണ്ടെന്നാട്ടോ പറഞ്ഞത്. വാൾപ്പാറയിൽ മൊത്തം 5 കുട്ടികളാണ് അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത്. അതിൽ ഒരു കുട്ടി, അതായത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷം മുമ്പ് ഒരു ചെറിയ കുഞ്ഞിനെ ഒരു ലെപ്പേർഡ് വലിച്ചു കൊണ്ടുപോയിട്ട് അത് ഭയങ്കര ന്യൂസ് ചാനലിലും റീൽസിലും
യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് റീച്ച് ആയിരുന്ന ഒരു സംഭവമായിരുന്നു. അതായത് ഒന്നും കഴിക്കാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യക്കുട്ടികൾ വരെ ഇവിടുത്തെ പുല്ലിപ്പുലികൾ വലിച്ചു കൊണ്ടുപോയി ഭക്ഷിക്കാറുണ്ടെന്ന് കേട്ടോ ആ ഏട്ടൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പുല്ലിപ്പുലികളുടെ ശല്യമാണ് വളരെയധികം കൂടുതൽ എന്ന് പറയുന്നത്. ആ ഏട്ടൻ കൈ ചൂണ്ടി കാണിക്കുന്നത് ആ സംഭവം സംഭവിച്ചതില്ല, ലൈൻ വീട്ടിൽ ആ കുട്ടീനെ വലിച്ചു കൊണ്ടുപോയത് അത് അപ്പുറത്തെ മലയിലാണെന്ന് കേട്ടോ ആ ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. குழந்தைய தூக்கிட்டு போயிருச்சுங்க. அது தூக்கி அடிச்சிருச்சு. அடிச்சலாம் தின்னுட்டு சாப்பிட்டுருச்சு. அது அடிச்சு போட்டு போயிருச்சு. அப்புறமேல அவங்க பார்த்தாங்க, பயந்துட்டு சின்ன புள்ள அடிச்சு தூக்கி போயிடுச்சு. அவங்க வந்து இருந்து கொஞ்ச நாள் தான் இருந்தாங்க, ரொம்ப நாள் கிடையாது. இந்த நியூஸ்ல எல்லாம் நிறைய பேசப்பட்டுச்சு அதுவா? ஆமா, அந்த அதானா 4 லட்சம் ரூபாய் கொடுத்தோம்னா அவங்க மூட்டை முட்டிட்டு யாருமே இல்லை, கிளம்பிட்டாங்களா? என்ன குழந்தை தான் போச்சு, குழந்தை தான் போச்சு நமக்கு. ஆமா, ശരിയാ ശരി. ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ കുളന്തേനെ അടിക്കും എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അതായത് ഭക്ഷിക്കാൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടികളെ വരെ ഇവിടുത്തെ പുല്ലിപ്പുലികൾ വലിച്ചു കൊണ്ടുപോയി ശീലിച്ചിട്ടുള്ളതാണ് അത്രേ. അപ്പോൾ വാൾപ്പാറ വരുമ്പോൾ തേയിലത്തോട്ടത്തിൽ ഇതുപോലുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കുട്ടികൾ ദയവ് ചെയ്ത് നിങ്ങൾ വിടരുത് കേട്ടോ. പിള്ളേരൊക്കെ കൂട്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് വാൾപ്പാറ. വാൾപ്പാറ നമ്മൾ ഈ പ്രകൃതി ഭംഗി കാണുന്ന പോലെ മാത്രമല്ല, ഒരുപാട് ഡേഞ്ചർ ഉണ്ട് ഇവിടെ. അപ്പോൾ പിള്ളേരെയും കൂട്ടിയിട്ട് തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക വേണം കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് കിട്ടിയ അടുത്ത സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ കൂട്ടം കാട്ടുപോത്താണ്, അല്ലെങ്കിൽ കാട്ടി എന്നറിയപ്പെടുന്ന വൈൽഡ് കവറാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ അടിയിലും വേറെ കുറേ ഉണ്ടായിരുന്നു. തേയിലത്തോട്ടം ഇങ്ങനെ ഇറക്കം പോലെ പോയിക്കൊണ്ടിരിക്കുകയല്ലോ, അതുകൊണ്ട് കാണുന്നില്ല. ഒരു കൂട്ടം ഉണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്ത്. ഈ കാറ്റടിക്കുന്നത് കൊണ്ടും പിന്നെ എൻ്റെ കൈ നല്ല മഴ നനഞ്ഞ് വിറയ്ക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഷെയ്ക്ക്. നിങ്ങളൊന്ന് ക്ഷമിക്കണം, അടുത്ത പ്രാവശ്യം തെറ്റില്ലാതെ നമുക്ക് കറക്റ്റ് വീഡിയോ എടുക്കാവേ. ഇന്നത്തെ ഈ യാത്രയിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസും കൂടെ കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഓരോരോ സ്ഥലത്തും കോട മൂടിയത് കൊണ്ട് അലോഡ് ഉണ്ടായിരുന്നില്ല, കാരണം എടുത്തുള്ള ആളുകളെ വരെ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യൂ പോയിന്റ്, ഇതുപോലുള്ള ഫോട്ടോസ് പോയിന്റ്, അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ക്ലോസ് ആയിരുന്നു. ഇത് മാത്രം ഓപ്പൺ ആയതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ വളരെയധികം കൂടുതലുണ്ടായിരുന്നത് കേട്ടോ. ഈ പോകുന്ന വഴിക്ക് മഴ പെയ്തിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാവേ. കാടൊക്കെ ഇങ്ങനെ കോടം നിറഞ്ഞിങ്ങനെ നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ? എന്ത് ഭംഗിയാന്ന് പറയാം. വെള്ളങ്ങളൊക്കെ വളരെ അധികം വരുന്നുണ്ടായിരുന്നേ. ഇനി നിങ്ങൾ വാൾപ്പാറ പോവും എന്ന് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം കേട്ടോ. ഞാനിത് പറയാനുള്ള കാരണം വീഡിയോയുടെ എൻഡ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളും. വെള്ളമൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ടേ, നല്ല മഴയും നല്ല അടിപൊളി ക്ലൈമറ്റാ. ഓ മൈ ഗോഡ്. വാൽപ്പാറയിലും കണ്ടും കണ്ടിട്ടില്ലാത്തതും കേട്ടും കേട്ടിട്ടില്ലാത്ത ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഹിഡൻ ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ കവർ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. തലനാര് വ്യൂ പോയിന്റ് ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഞാൻ ഇത് കണ്ടില്ല നിങ്ങൾ, കോട മൂടിയിട്ട് തലനാര് വ്യൂ പോയിന്റിന്റെ റോഡ് പോലും കാണുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ട് അലോഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതാണ് ഇവിടെ വാൾപ്പാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. തലനാര് വ്യൂ പോയിന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല, കോട നിറഞ്ഞുകൊണ്ടേ. പക്ഷേ ഇവിടെ നിൽക്കാൻ പറ്റില്ല, കയ്യും കാലൊക്കെ വിറയ്ക്കാണ്. ഈ കണ്ണ് കാണാത്ത സ്ഥിതിക്ക് പോകാൻ പറ്റില്ല, ഭയങ്കര കോടയാണ്. നിങ്ങൾക്ക് എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മോ, ഞാനിപ്പോൾ ഇതിൽ നിൽക്കുന്ന ഈ ലൊക്കേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. തണുത്ത് വിറയ്ക്കട്ടെ ഞാനിവിടെ കിടന്നിട്ട്. ഇതൊക്കെ കാറ്റും കോടയും ഇത് കണ്ടോ എൻ്റെ അമ്മോ. അപ്പോൾ ഈ തലനാര് വ്യൂ പോയിന്റ് പറഞ്ഞ സംഭവത്തിലേക്ക് പോയി നോക്കട്ടോ ഞങ്ങൾ. ഈ അവസ്ഥയിൽ പോകണമെന്നുണ്ട്, പക്ഷെ പോയി നോക്കാം. എൻ്റെ അമ്മോ, ഇതിലിറങ്ങൽ പോസിബിൾ അല്ല കേട്ടോ. ഇതുണ്ടോ ഈ റോട്ടിലൂടെ അങ്ങനെ പോകണം. ഈ കാണുന്ന ഇതാണ് കേട്ടോ വ്യൂ പോയിന്റ്. പോയി பார்க்கறது கொஞ்சம் கஷ்டம். ஆனால் சிறுத்தை அப்பப்போ பார்க்கலாம், அப்பப்போ பார்த்துடலாம். கருஞ்சிருத்தெல்லாம் இருக்கு அப்படிங்களா? கருஞ்சிருத்த புதுசாக வந்திருக்கு. இந்த ஏரியாவில் தானா? சரி சரி சரி. எங்கே நம்ம கடைசி இடம் இல்லை வேற எங்கேயாச்சுமா? கடைக்கு பின்னாடியேவா? இந்த ஆற்றுலையேவா? ஐயோ, தண்ணி കുടിக்கிறதுக்கு വരും. ഞാൻ ഇവിടെ അതിരപ്പള്ളി പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു റിവർ ഇങ്ങനെ കണ്ടപ്പോൾ അതാ അവിടെ ഒരു കടയുണ്ട്, സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി നിർത്തിയതാണ്. അപ്പോൾ ഇവിടുത്തെ ഏട്ടൻ പറയുന്നത് വെച്ചാൽ ഈ റിവറിൽ കരിമ്പുലിയും പുല്ലിപ്പുലിയൊക്കെ വെള്ളം കുടിക്കാൻ വരും എത്ര. ഈ കാണുന്ന ഇത് ഞാൻ പറയുന്നത് അതിരപ്പള്ളി പോകുന്ന വഴിയിലാണ് കേട്ടോ. അതിരപ്പള്ളി മലക്കപ്പാറ
പോകുന്ന വഴിയിലാണേ. എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്ന് അറിയാം. ലാസ്റ്റ് എപ്പണേ பார்த்தீங்க? முந்தானேத்தா அடிக்கடி பாக்குறாங்களா, அதனால அந்த போட்டோ எடுக்கிற எதுவுமே கிடையாது. பாக்குற மாதிரி இருந்தா பரவாயில்ல. எப்பயா வரையில எல்லாம் பார்ப்போம், சாயந்தரம் பார்ப்போம், காலையில பார்ப்போம். பார்ப்பீங்க. ഡെയിലിയും കാണുന്നത് കൊണ്ട് ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുക്കാറില്ല. നിങ്ങൾക്കായിരിക്കുമല്ലേ ഫോട്ടോൻ്റെ ആവശ്യം, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലാന്നാട്ടോ ഏട്ടൻ പറയുന്നത്. ഈ നേരെ കാണുന്ന ഈ ചെറിയ ലേക്കിലാണ് അത്ര കരിമ്പുലിയും പുല്ലിപ്പുലിയും വൈൽഡ് അനിമൽസും ഒക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നത്. പിന്നെ ദാ ഇവിടെ വന്നിട്ട് തേയിലത്തോട്ടം കാണാതെ പോയി കഴിഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടിട്ട് അതിരപ്പള്ളി റൂട്ടിലൂടെ സോളയാർ ഡാം വരെ ഒന്ന് ജസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതുപോലെ തന്നെ വാൾപ്പാറ വന്ന് പിന്നെ പൊള്ളാച്ചിക്ക് തന്നെ ചുരം ഇറങ്ങി തിരിച്ചു പോകുന്ന കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ ക്ലൈമാക്സ്. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് നമുക്ക് ഒരു കൂട്ടം ആനകളെയും 2 കൊമ്പന്മാർ കുത്തുകൂടുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയത്. അപ്പോൾ സോളയാർ ഡാം വരെ വന്നു. ഇനി നമുക്ക് തിരിച്ചു പോയിട്ട് മഴ വളരെയധികം നല്ല രീതിയിൽ പെയ്യുന്നതുകൊണ്ടൊക്കെ വെള്ളം നല്ല പെരുത്തെടുത്ത് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാൾപ്പാറ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, കാരണം വെള്ളത്തിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ വല്ല ഒഴുക്കിൻ്റെ അവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക തന്നെ വേണം. വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴേ നല്ല ഭംഗിയായിരുന്നു കേട്ടോ, നല്ല പച്ചപ്പായിരുന്നു വാൾപ്പാറ, കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ തിരിച്ച് ഞാൻ പോകുമ്പോൾ ഫസ്റ്റ് കിട്ടിയ സൈറ്റിംഗ് എന്ന് പറഞ്ഞത് ഈ കരിങ്കുരങ്ങാണ് കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ ആ മരത്തിൽ കയറി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആൾ തിരിയോ എന്ന് കുറേ നേരം നോക്കി, പക്ഷെ തിരിഞ്ഞുണ്ടായിരുന്നില്ല. സിംഹവാൽ കുരങ്ങും സ്ഥിരം കാണുന്ന സ്ഥലത്തിൽ പോലും സിംഹവാൽ കുരങ്ങളും കണ്ടിട്ടില്ല കേട്ടോ ഒന്ന്. അങ്ങനെ ഡാമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ കോടകൾ തന്നെയാണ് കേട്ടോ. യാത്ര ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഓപ്പോസിറ്റിൽ നമ്മളൊക്കെ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടാണ് വണ്ടി ഓടിച്ചത്. വീഡിയോയിൽ അതായത് ക്യാമറയ്ക്കകത്ത് ഇങ്ങനെ കാണുമ്പോഴാണ് ഇത്ര ക്ലിയർ തോന്നുന്നത്, പക്ഷെ നേരിൽ ഇങ്ങനെ കാണുമ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ, കോട നിറഞ്ഞിട്ട് റോഡൊക്കെ മൂടി കിടക്കായിരുന്നു. ഞങ്ങൾ വഴിയെ കണ്ട് പരിചയം കേട്ടോ, എൻ്റെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ. തൃശ്ശൂരിനല്ലേ നിങ്ങൾ? തൃശ്ശൂർ, ആലപ്പുഴ കേട്ടോ. വാൽപ്പാറയിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി. ഞങ്ങൾ ഇവിടെ വന്ന് സുഹൃത്തായതാണ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇത്ര നേരം. ഇപ്പോൾ സുഹൃത്തുക്കളുടെ കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്ത യാത്രയാണ്. എൻ്റെ കൈ വിറച്ചെടുക്കാൻ വയ്യ, നല്ല കോട കേട്ടോ. ഇതുണ്ടോ ഞങ്ങൾ പുറകിലും കോടയാണ്, ഫ്രണ്ടിൽ എവിടെ നോക്കിയാലും കോടയാണ്. ഒരു പാട്ടിട്ട് ഒരു ഡാൻസ് കളിക്കായിരുന്നു. കോടയെന്ന് പറയും. ഇവിടെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി എല്ലാവരും. ഇപ്പോൾ ദമ്മോ ഇങ്ങോട്ട് നോക്ക്, ഈ മരമൊന്നും കാണുന്ന പോലും ഇല്ല. അവിടെ ഒരു ടൈഗറിൻ്റെ ഫോട്ടോ കണ്ട്. ഇത് ക്യാമറ ആയതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും കാണും പോലും ഇല്ല കേട്ടോ. ഇത് കോടയെന്ന് പറയോ. ഇനി ഇറങ്ങണേ, ഞങ്ങൾ താഴെ ഇറങ്ങാൻ പോവാണ് നേരെ പൊള്ളാച്ചിക്ക്. എന്ത് കോടയൊക്കെ നിങ്ങൾ ഇന്ന് ഇറങ്ങല്ലേ ബ്രോ? പോകുന്ന വഴിക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ കയറാമെന്ന് വിചാരിച്ചതാ. അപ്പം നല്ല വ്യൂ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ വ്യൂ ഒന്നും കാണാനില്ല, കോട നിറഞ്ഞുകൊണ്ടേ. ഇങ്ങനെയുള്ള ഒരു ക്ലൈമറ്റിൽ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എല്ലാവർക്കും. ഇത് ടൈം ലാപ്സ് അല്ല കേട്ടോ, കാറ്റിന്റെ വേഗതയാണ്. ഈ കാറ്റ് ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധയിൽ പെട്ടത്. ഈ കാണുന്ന ലൈൻ വീട്, ഈ ലൈൻ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ഈ കാണുന്ന വൈൽഡ് അനിമൽസിന്റെ ആക്രമണം വളരെയധികം കൂടുതലുള്ളത്. തണുത്ത് വരയ്ക്കുന്ന ഫാൻസ്, എന്താ കോടന്നറിയോ, എന്താ ഭംഗി അറിയോ. എന്റെ അമ്മ, പ്രകൃതി ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇതാ അവിടെ ചുരം ഇറങ്ങി താഴെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ആദ്യം ഈ 2 ആനകൾ കുത്തുകൂടുന്നതായിരുന്നു. ഞാൻ ക്യാമറയിൽ ആ വീഡിയോ എടുക്കാൻ പോയത്. അപ്പോഴേക്കും എന്നോട് അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസർ, ഇവിടെ റിസർവ് ഫോറസ്റ്റ് ഏരിയയാണ്, അതുകൊണ്ട് നിങ്ങൾ ക്യാമറയ്ക്കകത്ത് എടുക്കരുത്, വേണമെങ്കിൽ ഫോണിൽ എടുത്തോന്ന് പറഞ്ഞു. പക്ഷേ ക്യാമറയ്ക്കകത്ത് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ കണ്ടോ 2 ആനകൾ ഇവിടെ കുത്തുകൂടി കളിക്കുന്നത്. സംഗതി അവർ 2 പേരും ഏട്ടനും അനിയന്മാരാണ്. പക്ഷെ എന്നാലും എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ കുത്തുകൂടുന്നത്. ഞാൻ ഒരുപാട് ചോദിച്ചു നോക്കി, സാറേ ഞാൻ സബ്ജക്റ്റ് മാത്രം സൂം ചെയ്തെടുത്തോട്ടെ എന്ന്, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു എന്നോട്. അതുകൊണ്ടാട്ടോ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത്.
ഒരുപാട് സ്ഥലത്ത് ആനകൾ ഇങ്ങനെ കുത്തുകൂടുന്നത് കണ്ടിട്ട് കാടിന്റെ ഇടയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാതെ ആദ്യമായിട്ടോ ലൈവായിട്ട് രണ്ടുപേരും ഇങ്ങനെ കുത്തുകൂടുന്ന ആ മുട്ടി ഇങ്ങനെ ഇടിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ അതിങ്ങനെയൊക്കെ കേട്ട് ഇങ്ങനെ ആദ്യമായിട്ടോ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, അതേ നേരം ആ കാഴ്ചകൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇവർ രണ്ടുപേരും ഏട്ടനും അനിയന്മാരാണെന്ന്. ഇതൊരു 10-12 ആനകളുടെ ഒരു കൂട്ടമാണ്. ഇപ്പം മീറ്റിംഗ് സീസൺ ആയതുകൊണ്ടാണ് എന്താ പറയുക ആൺ ആനകൾ ഇവരെ കൂടുള്ളത്. ഏറിപ്പോയ ഒരാഴ്ച വരെ ഇവർ കൂടെ ഉണ്ടാവും. അവരെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തിലുള്ള വലിയ മൂത്ത അമ്മ ഇവരെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കും കേട്ടോ. ആനകളുടെ സ്റ്റോറിയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറികളാണ് കേട്ടോ, കഥകളൊക്കെ. കുറേ നേരം സാറിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, സാറ് ഒന്ന് വീഡിയോ എടുത്തോട്ടെ ഇനി എടുത്തോ എന്ന് പറഞ്ഞു. അത് എടുത്തോ എന്ന് പറയാൻ നേരത്തെ ലൈറ്റിംഗ് ഒക്കെ പോയിട്ടോ. ആ ദൂരത്ത് കണ്ടോ ഒരു കുഞ്ഞു ഓടി വരുന്ന ഒരു കുട്ടി ആന, എന്ത് ഭംഗിയുണ്ടായിരുന്നു അറിയാം അത് നേരിൽ കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ആലിയാർ ഡാമിൻ്റെ അവിടെയാണ് കേട്ടോ ഈ കാഴ്ച കാണുന്നത്. ചുരം ഇറങ്ങി വന്ന് താഴെ വന്നേ. എടാ നിനക്ക് സൂം ചെയ്ത് എടുത്തോണ്ടായിരുന്നില്ല ചോദിച്ചാൽ പരമാവധി ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപാട് ദൂരത്താണ്, ഫോണിനും ഒരു പരിമിതി ഇല്ല എത്ര സൂമിക്ക് പോകുമെന്നുള്ളത്. ഓവർ സൂം ആയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഉടയാണ്, ക്ലാരിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനത്തെ കാടും മൃഗവും അതായത് ആനകളൊക്കെ ഒന്നിച്ച് കാണുന്ന ഒരു വിഷ്വലാണ് കേട്ടോ ഫോണിൽ എടുക്കാൻ പറ്റിയത്. ഇനി ക്യാമറയിൽ എടുത്തത് കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാവേ. എത്ര നേരമാണെങ്കിലും ഇങ്ങനെ നിന്ന് ഈ ആനകളുടെ കാഴ്ച ഇങ്ങനെ കാണാം കേട്ടോ. ഈ കാട്ടിൽ വളർന്ന ആനകളുടെ കാഴ്ച കാണുക എന്ന് പറയുന്നത് എൻ്റെ അമ്മ അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ. അങ്ങനെ അത് ഇരുട്ടുന്നത് വരെ നേരെ ഇരുട്ടി എല്ലാവരും പോയിട്ടും ഞാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അഥവാ നീ റോട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ കാഴ്ച കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ സംഭവിച്ചത് എന്താണെന്നറിയോ, ഇപ്പോൾ എടുക്കുന്നത് ക്യാമറയിലാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പെർമിഷൻ തന്നു, പക്ഷെ അപ്പോഴേക്ക് ഇരുട്ടായി. പരമാവധി ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് എടുത്താണ്, അതുകൊണ്ട് കേട്ടോ പുള്ളി വരുന്നത്. കാരണം ഓവർ ഇരുട്ടായി. ഞാനിത് നിങ്ങൾക്ക് ലാസ്റ്റ് എത്ര ഇരുട്ടാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇനി വരുന്ന വിഷ്വലുണ്ടല്ലോ ഭയങ്കര ഭംഗിയായിരിക്കും. ഇവരെല്ലാവരും വരിക്കിങ്ങനെ നടന്നു പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണേ. ആനൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ. ഇതിൻ്റെ നേരെ അടിയിൽ ആന ഇപ്പോൾ കൊമ്പം നിൽക്കുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം വീഡിയോ എടുത്തില്ലേ, അവർ റോട്ടിലേക്ക് വരാനുള്ള നേരമായി. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്നതാണ്. പക്ഷെ ഇത്തിരി റിസ്ക്കാണ്, കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയിട്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറും നിൽക്കുമെന്ന് പറഞ്ഞായിരുന്നു. ആൾ വരാൻ കുറച്ചും കൂടെ നേരം വൈകുന്നു. പക്ഷെ നമ്മൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ.